എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ്, ഗ്രീക്ക് ഇതിഹാസകവിമായ ഹോമറിൻ്റെ ഒഡീസിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മാസ്റ്റർ പീസ് ചിത്രമാണ് ദ ഒഡീസി. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് 2026 ജൂലൈ മാസം തിയേറ്ററുകളിലെത്തിയ ഒരു വിഷ്വൽ അത്ഭുതമായ ഈ സിനിമയിൽ ഹോമറിൻ്റെ പ്രശസ്തമായ പുരാതന ഗ്രീക്ക് ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ട്രോജൻ യുദ്ധം ജയിച്ചതിന് ശേഷം രാജാവായ ഒഡീഷ്യസും അദ്ദേഹത്തിന്റെ സൈന്യവും നാട്ടിലേക്ക് മടങ്ങാൻ കപ്പൽ കയറുന്നതും എന്നാൽ വിവിധ കാറ്റുകളും കടൽ ദൈവമായ പൊസൈഡന്റെ ശാപവും കാരണം വഴിതെറ്റിപ്പോവുകയും യാത്രയിൽ തടസ്സം നേരിടുകയും ചെയ്യുന്നു. അങ്ങനെ രാജാവായ ഒഡീഷ്യന് നാട്ടിലെത്താൻ 10 വർഷത്തോളം യാത്ര ചെയ്യേണ്ടി വരുന്നു. ഈ യാത്രക്കിടയിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഓഗസ്റ്റ് മാസം 26 മുതൽ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് പ്രശസ്തമായ ഒരു ബോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആൽഫ. ശിവറവാലി സംവിധാനം ചെയ്ത് ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമ മികച്ച ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷ് മേക്കിങ്ങും നിറഞ്ഞതാണ്. ഈ സിനിമ ഒരു മികച്ച തിയേറ്റർ ആക്ഷൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഒരു കമാൻഡർ കുട്ടിക്കാലം മുതൽ ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ വളർത്തുന്ന ഒരു സൂപ്പർ സോൾജിയറാണ് ഈ സിനിമയിലെ നായിക. വർഷങ്ങൾക്ക് ശേഷം തന്റെ മോഷ്ടിക്കപ്പെട്ട കുട്ടിക്കാലത്തെക്കുറിച്ചും തന്റെ യഥാർത്ഥ കുടുംബത്തിന് സംഭവിച്ച ദാരുണമായ സത്യങ്ങളെക്കുറിച്ചും അവൾ തിരിച്ചറിയുന്നു. അതോടെ അവൾ വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന തന്റെ സഹോദരിയെ കണ്ടെത്തുകയും തങ്ങളുടെ ജീവിതം തകർത്ത ആ കമാൻഡറെയും അയാളുടെ സൈനിക സാമ്രാജ്യത്തെയും തകർക്കാൻ രണ്ട് സഹോദരിമാരും ചേർന്ന് നടത്തുന്ന പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഓഗസ്റ്റ് മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തെലുങ്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. 2026 ജൂലൈ മാസം 31 തിയേറ്ററുകളിലെത്തിയ ഈ സിനിമയിൽ സുമന്ത്, ജഗപതി ബാബു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ മികച്ച സസ്പെൻസ് ട്വിസ്റ്റുകളുമുള്ളൊരു ക്രൈം ത്രില്ലർ അനുഭവമാണ് ചിത്രം പ്രേക്ഷകർ സമ്മാനിക്കുന്നത്. ഈ TV വിനാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു റൊമാൻറ്റിക് ഫാമിലി കോമഡി മൂവിയാണ് പ്യാർ പ്രേമ കല്യാണം. ഇളൻ സംവിധാനം ചെയ്ത് ഇളൻ, സാൻവി മേഘന, രാധിക ശരത് കുമാർ, യോഗി ബാബു, MS ഭാസ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമ ഡയറക്റ്റായി OTTയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 21 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഹാർട്ടിൻ. ശിവകുമാർ സംവിധാനം ചെയ്ത് സനന്ത്, മൊട്ടോണോ സെബാസ്റ്റ്യൻ, എമയാട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ത്യക്കകത്തും സിംപ്ലി സൗത്തിലൂടെ ഇന്ത്യക്ക് വെളിയിലും തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു കോർട്ട് റൂം ലീഗൽ ഡ്രാമ വെബ് സീരീസ് ആണ് ദി കോർട്ട്. സംസാരത്തിൽ വിക്കുള്ള മിടുക്കിയായ ഒരു യുവ അഭിഭാഷകയാണ് ഈ കഥയിലെ നായിക. വലിയ പേരും പ്രശസ്തിയുമുള്ള സ്വന്തം പിതാവിനെ നീതിക്ക് വേണ്ടി പോരാടുന്നവൾ കോടതിയിൽ എതിർക്കേണ്ടി വരുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന അവരുടെ കുടുംബ ബന്ധങ്ങളിലെ വൈകാരിക നിമിഷങ്ങളാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. യോഗ ലക്ഷ്മി, ജയപ്രകാശ്, മഹാലക്ഷ്മി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 4 മുതൽ തമിഴ് ലാംഗ്വേജിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണ് ആക്രി സാവൽ. അഭിജിത്ത് മോഹൻ വാരംഗ് സംവിധാനം ചെയ്ത് 2026 മെയ് മാസം റിലീസ് ചെയ്ത ഈ സിനിമയിൽ സഞ്ജയ് ദത്ത്, നമാഷി ചക്രവർത്തി, അമിത് സാത്ത്, സമീറ റെഡ്ഡി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഹിന്ദി ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി അടുത്ത് തന്നെ തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് RDX എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഐ ആം ഗെയിം. ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഡാൻ ജോൺ എന്ന ധീരനായൊരു ചൂതാട്ടുകളിക്കാരനായിട്ടാണ് എത്തുന്നത്. കോടികൾ മറിയുന്ന ഇന്റർനാഷണൽ ബെറ്റിംഗ്, സ്പോർട്സ് ഗാംബ്ലിംഗ് എന്നിവയാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ബെറ്റിംഗ് ലോകത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ മലയാളം ഇതുവരെ പറയാത്ത കോടികളുടെ ചൂതാട്ടത്തിന്റെ കഥയാണ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ദുൽഖർ സൽമാനെ കൂടാതെ കയാദു ലോഹർ, മിഷ്കിൻ, ആന്റണി വർഗീസ്, വിനയ് ഫോർട്ട്, കതിർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. KGF-ഉം വിക്രമും ഒരുക്കിയ അൻപറിവ് ടീം ഒരുക്കിയ സ്റ്റൈലിഷ് ആക്ഷൻ സീക്വൻസുകളും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. ഓണം റിലീസായി ഓഗസ്റ്റ് മാസം 20 ഐ ആം ഗെയിം തിയേറ്ററിലെത്തും. അടുത്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് ആണ് റിവൈവൽ. അമേരിക്കയിലെ വിസ്കോൺസിൻ എന്ന ഗ്രാമപ്രദേശത്ത് ഒരു ദിവസം പെട്ടെന്ന് അടുത്തിടെ മരിച്ചുപോയ ആളുകൾ ജീവനോട് തിരിച്ചു വരുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 24 മുതൽ 10 എപ്പിസോഡുള്ള ഈ സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്കു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ഫോറസ്റ്റ് ഗാർഡ്. MC ജോസഫിന്റെ സംവിധാനത്തിൽ കതിർ, ഷൈം ടോം ചാക്കോ, ഹക്കീം ഷാ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ കാടിനുള്ളിൽ ഒത്തുകൂടുന്നു. ഈ ഒത്തുചേരൽ പെട്ടെന്ന് തന്നെ അപകടകരമായ ഒരു തലത്തിലേക്ക് വഴിമാറുന്നു. സുഹൃത്തുക്കൾക്കിടയിലെ ചതിയും വഞ്ചനയും പുറത്തുവരുന്നതോടെ മിഥുൻ എന്ന പ്രധാന കഥാപാത്രത്തിന്റെ രാത്രി തികച്ചും ഒരു അതിജീവന പോരാട്ടമായി മാറുന്നു. ഫോണിന് സിഗ്നൽ പോലും ഇല്ലാത്ത, സഹായത്തിന് ആരുമില്ലാത്ത നിബിഡ വനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ജീവൻ നിലനിർത്താൻ കഥാപാത്രങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ശ്വാസമടക്കി പിടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്നൊരു മികച്ച സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ഫോറസ്റ്റ് ഗാർഡ്. ഈ സിനിമ ഇപ്പോൾ ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.